ഹലോ ഫ്രണ്ട്സ്, ഒരു കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിൽ ഏകദേശം 38 ലക്ഷം രൂപ ക്ലയൻറ്റിന് വേണ്ടി സേവ് ചെയ്ത് കൊടുക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ഇതാ ഇവിടെ ഒരു പ്രൊജക്റ്റ് ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. 40 വർഷം പഴക്കമുള്ള ബ്രിക്ക് മെസൻട്രി കോളംസും ബ്രിക്ക് മെസൻട്രി വാളും അടങ്ങിയ ഒരു ഗ്രൗണ്ട് ഫ്ലോർ മാത്രമുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു ഇത്. CIC മാനേജറൽ ഹെഡ്സിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങളുടെ ടെക്നിക്കൽ ടീം ഈ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി പരിശോധിക്കാനായിട്ട് ഇവിടെ എത്തി. പരിശോധനയിൽ ബ്രിക്ക് മെസണറി കോളത്തിന് അഥവാ റെട്രോഫിറ്റിംഗ്, വളരെ ചെലവ് കുറഞ്ഞ ഒരു റെട്രോഫിറ്റിംഗ് ടെക്നിക്കൽ മെത്തേഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ സ്റ്റീൽ പില്ലേഴ്സിൻ്റെ ആവശ്യമില്ലാതെ തന്നെ G+1 ആയിട്ട് ഈ ബിൽഡിങ്ങിനെ ഉപയോഗിക്കാമെന്ന് ഞങ്ങൾ അവർക്ക് പ്രപ്പോസൽ കൊടുത്തു. ക്ലയൻറ്റ് തന്ന പ്രപ്പോസലിൽ 87 സ്റ്റീൽ പില്ലേഴ്സ് ഉണ്ടായിരുന്നു. ഈ 87 സ്റ്റീൽ പില്ലേഴ്സിൻ്റെ കോസ്റ്റ്, മെറ്റീരിയൽ വിത്ത് എല്ലാം കംപ്ലീറ്റ് കോസ്റ്റ് വരുന്നത് അതിൻ്റെ പിറ്റ് എക്സവേഷൻ, അതിലുള്ള PCC, RCC, വലിയ ബോക്സ് കോളംസ് ആയിരുന്നു, ഹെവി. ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു 40 lakh rupees കോസ്റ്റ് കാണപ്പെട്ടു. ഈ 40 lakh ഇതിലാകെ നമ്മൾ റെട്രോഫിറ്റിംഗ് ബ്രിക്ക് മെസൻട്രിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, ബ്രിക്ക് മെസൻട്രി കോളത്തിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടി റെട്രോഫിറ്റിംഗ് മെത്തേഡിന് ആകെ ഒരു 1.25 lakh ചിലവായിട്ടുള്ളൂ. 40 lakh 1.25 എന്ന് പറഞ്ഞാൽ ഏകദേശം 38.75 lakh സേവിങ് കൊടുക്കാൻ പറ്റി ഈ 87 കോളംസ് എലിമിനേറ്റ് ചെയ്തുകൊണ്ടുകൂടി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയും അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതുപോലെ പഴയ ബിൽഡിംഗ് ലാറ്ററേറ്റ് ആസ് വെൽ ആസ് ഇതുപോലെ മറ്റ് ബ്രിക്ക് മെസൻട്രി, ലാറ്ററേറ്റ് മെസൻട്രി ഉള്ള ബിൽഡിങ്ങിന് അതിൻ്റെ നോൺ എഞ്ചിനീയർഡ് ബിൽഡിങ്ങിനെ എഞ്ചിനീയർഡ് ബിൽഡിംഗായി കൺവേർട്ട് ചെയ്ത് അതിൻ്റെ പഴയ സാധനങ്ങൾ റീയൂസ് ചെയ്ത് റെനോവേറ്റ് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. തീർച്ചയായും നിങ്ങൾക്ക് അതിൽ നമുക്ക് ലാഭം തരാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു.